നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിന് വളരെ കുറഞ്ഞ നാളുകൾ മാത്രം ബാക്കി നിൽക്കവേ ഓരോരോ ടീമുകളായിട്ട് വേൾഡ് കപ്പ് സ്ക്വാഡുകൾ പ്രഖ്യാപിക്കവേ നിലവിൽ വേൾഡ് കപ്പ് നേടാൻ കൂടുതൽ സാധ്യത ആർക്കാണ്? ഓരോ ടീമുകളെയും വിലയിരുത്തി ESPN FC ഒരു പവർ റാങ്കിങ് പുറത്തുവിടുന്നു. 10 ടീമുകളുടെ മാത്രമാണ് നമ്മൾ എടുക്കുന്നുള്ളൂ. അല്ലെങ്കിൽ പിന്നെ വളരെ ലെങ്തി ആയി പോകും. നമുക്കറിയേണ്ടത് കൂടുതൽ കിരീട സാധ്യത ആർക്കാണ് എന്നാണല്ലോ. 10ാം സ്ഥാനത്ത് നോർവേയാണ് അവർ അവതരിപ്പിക്കുന്നത്. ഫിഫ റാങ്കിങ്ങിൽ നമുക്കറിയാം മോശമല്ലാത്തൊരു സ്ഥാനത്ത് 31ാം സ്ഥാനത്ത് അവരുണ്ട്. ഗ്രൂപ്പ് എച്ചിലാണ് അവർക്ക് കളിക്കാനുള്ളത്. ഇറാഖ്, സെനഗൽ, അതുപോലെ ഫ്രാൻസ് ടീമുകളോടൊപ്പമാണ് മുട്ടാനുള്ളത്. പുതിയ വേൾഡ് കപ്പിൻ്റെ ഫോർമാറ്റ് അനുസരിച്ച് 3ാം സ്ഥാനം ഗ്രൂപ്പ് പിടിച്ചാൽ പോലും മുന്നോട്ട് കയറാമെന്നുള്ളതാണ് സ്ഥിതിവിശേഷം. ഏതായാലും മികച്ച താരങ്ങൾ അവരുടെ സ്ക്വാഡിലുണ്ട്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ എർലിംഗ് ഹാലൻഡ് ഉണ്ട്. അതുപോലെ തന്നെ മാർട്ടിൻ ഒഡേഗാർഡ് ഉണ്ട്. ആഴ്സണലിൻ്റെ മാർട്ടിൻ ഒഡേഗാർഡ് ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള താരങ്ങൾ അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ മികച്ച പ്രകടനം നടത്താൻ അവർക്ക് കപ്പാസിറ്റി ഉണ്ട് എന്ന പ്രതീക്ഷയിൽ 10ാം സ്ഥാനത്ത് നോർവേ വരുമ്പോൾ 9ാം സ്ഥാനത്ത് മൊറോക്കോ. കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിസ്റ്റുകളാണ് മൊറോക്കോ. ഏറ്റവും ഒടുവിലെ ഫിഫ റാങ്കിങ്ങിൽ അവർ 8ാം സ്ഥാനത്ത് നിൽക്കുന്നുമുണ്ട്. ഗ്രൂപ്പ് സി ആണ് അവർക്ക് കളിക്കാനുള്ളത്. ബ്രസീലിൻ്റെ ഗ്രൂപ്പാണത്. ബ്രസീലിനെതിരെ ആദ്യ മത്സരം, പിന്നെ സ്കോട്ട്ലൻഡിനെതിരെ കളിക്കും, അതിനുശേഷം ഹെയ്ത്തിക്കെതിരെ കളിക്കും. ഏതായാലും ഗ്രൂപ്പ് കടന്ന് അവർ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്ന സൂപ്പർ താരങ്ങൾ അവരുടെ ഒരു നിരയിലുണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. പുതിയ മാനേജർ മുഹമ്മദ് ഹുവാബി എങ്ങനെയായിരിക്കും സ്ക്വാഡിനെ ഇറക്കുക എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും അഷ്റഫ് ഹക്കീമിയെ പോലെയുള്ള മികച്ച താരങ്ങളുള്ളത് അവർക്ക് ഗുണം ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. 8ാം സ്ഥാനത്ത് വരുന്നത് നെതർലൻഡ്സാണ്. ഫിഫ റാങ്കിങ്ങിൽ അവരുള്ളത് 7ാം സ്ഥാനത്താണ്. പവർ റാങ്കിങ്ങിൽ അവർക്ക് 8ാം സ്ഥാനം കൊടുക്കുന്നു. ഗ്രൂപ്പ് എഫിലാണ് അവരുള്ളത്. ജപ്പാന്, സ്വീഡന്, തുനീഷ്യ ടീമുകളാണ് അവരുടെ ഗ്രൂപ്പിലുള്ളത്. ഗ്രൂപ്പിൽ നിന്ന് അവർ ഗ്രൂപ്പ് വിജയികളായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നതാണ് കരുതുന്നത്. വെർജിൽ വാൻഡൈക്കിനെ പോലെ, അതുപോലെ തന്നെ ഫ്രങ്കി ഡിയോങ്ങിനെ പോലെയൊക്കെയുള്ള മികച്ച താരങ്ങൾ അവർക്കുണ്ട്. പിന്നെ നമുക്കറിയാമല്ലോ, മുന്നേറ്റ നിരയിലൊക്കെ നല്ല രൂപത്തിൽ കളിക്കാൻ കെൽപ്പുള്ള, പ്രീമിയർ ലീഗിലും അതുപോലെ മറ്റ് ടോപ്പ് 5 ലീഗുകളിലും ഒക്കെ കളിക്കുന്ന ഒരു പിടി മികച്ച താരങ്ങളെയും കൊണ്ടാണ് നെതർലൻഡ്സ് വരുന്നത്. എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ് വരാറ്. ഇത്തവണയെങ്കിലും ആ കിരീടത്തിലേക്ക് എത്താൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ ഒരു ഓറഞ്ച് വസന്തം കാത്ത് വലിയൊരു ആരാധകപ്പട അവരെ കാത്തിരിപ്പുണ്ട്. 7ാം സ്ഥാനത്താണ് ജർമ്മനി ഉള്ളത്. പവർ റാങ്കിൽ 7ാമത് ജർമ്മനി. കഴിഞ്ഞ 2 വേൾഡ് കപ്പിലും ഗ്രൂപ്പ് സ്റ്റേജ് കടക്കാൻ പറ്റാതെ മടങ്ങിപ്പോയ ടീമാണ്. 2014 വേൾഡ് കപ്പ് നേടിയതിന് ശേഷം പിന്നീട് അവർക്ക് പ്രത്യേകിച്ച് ഒരു മേജർ കിരീടവും നേടാൻ പറ്റിയിട്ടില്ല. ഇത് പറയുമ്പോൾ മുമ്പ് ഈ കാര്യം പറഞ്ഞതിൻ്റെ പേരിൽ നമുക്ക് വന്ന മെസ്സേജുകളും വാട്സപ്പ് സന്ദേശങ്ങളും ഒക്കെ ആണ് ഓർമ്മ വരുന്നത്. അതെന്തോടോ താൻ അങ്ങനെ പറയുന്നത്? 2017 കോൺഫെഡറേഷൻ കപ്പ് പിന്നെ ആരാടും അടിച്ചത്? ഞാൻ പറഞ്ഞത് മേജർ ട്രോഫി എന്നാണ്. ഏതായാലും വേൾഡ് കപ്പോളം വരില്ല, യൂറോ കപ്പോളം വരില്ല, കോൺഫെഡറേഷൻ കപ്പ് എന്നറിയാവുന്നവരാണ് നിങ്ങളൊക്കെ. പിന്നെ വെറുതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വരരുത്. ഫിഫ നിർത്തിയ ടൂർണമെൻറ്റ് കൂടിയാണ് കോൺഫെഡറേഷൻസ് കപ്പ്. അതാണ് അതിൻ്റെ പ്രാധാന്യം, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് അത് നിർത്തിയൊക്കെ പോയത്. എന്തായാലും അതല്ലാതെ മറ്റൊരു കിരീടവും സമീപകാലത്തൊന്നും ജർമ്മനിക്ക് നേടാൻ പറ്റിയിട്ടില്ല. ഇത്തവണ അവരതിന് സാധിക്കുമെന്ന പ്രതീക്ഷയിലാണുള്ളത്. ഫിഫ റാങ്കിൽ ഇപ്പോൾ ടോപ്പ് 10ലേക്ക് അവരെത്തിയിട്ടുമുണ്ടല്ലോ. ഗ്രൂപ്പ് ഇയിൽ കുറസാവോ, ഐവറി കോസ്റ്റ്, ഇക്കഡോർ ടീമുകൾക്കൊപ്പമാണ് അവർ ഉള്ളത്. ആരായിരിക്കും ഗോൾ കീപ്പർ എന്നുള്ളൊരു ചോദ്യമാണിപ്പോൾ. അത് ഒലിവർ ബ്രൗമൻ ആവുമോ? അതല്ല മാനുവൽ ന്യൂയറെ തിരികെ കൊണ്ടുവരുന്നു, നെഗൽസ്മൻ എന്നുള്ള വാർത്ത നമ്മൾ കേൾക്കുന്നു. അപ്പോൾ ഗോൾ കീപ്പർ ആരായിരിക്കും? പിന്നെ സൂപ്പർ താരങ്ങൾ അവർക്കുണ്ട്. ഫ്ലോറിൻ വേർഡ്സും അതുപോലെ കായ് ഹവേർട്സും നിക് വോൾട്ട്മെയ്റും, അതോടൊപ്പം തന്നെ ജമാൽ മുസിയാല ഫിറ്റായിട്ട് എത്തുന്നു എന്നുള്ളൊരു പോസിറ്റീവ്നെസ് ഉണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ മികച്ചൊരു സ്ക്വാഡും കൊണ്ടാണ് ജർമ്മനി ഇത്തവണ വരുന്നത്. കിരീട സാധ്യതയിൽ 7ാമത്. 6ാം സ്ഥാനത്ത് പോർച്ചുഗലാണ്. ഫിഫ റാങ്കിങ്ങിൽ 5ാം സ്ഥാനത്ത് നിൽക്കുന്ന പോർച്ചുഗൽ 6ാം സ്ഥാനത്തേക്ക് വരുമ്പോൾ അവരുടെ ഗ്രൂപ്പ് കെയിലെ മത്സരം DR കോങ്കോക്കെതിരെയാണ് ഒരു കളി. പിന്നെ ഉസ്ബെക്കിസ്ഥാനെതിരെ കളിയുണ്ട്, കൊളംബിയക്കെതിരെ കളിയുണ്ട്. ഇതാണ് അവരുടെ ഗ്രൂപ്പിലെ മത്സരങ്ങൾ. ഏതായാലും സൂപ്പർ ടീമാണ് അവരുടെ എന്ന കാര്യത്തിൽ തർക്കമില്ല. ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് അവരുടെ മെയിൻ സ്ട്രൈക്കർ. 41ാമത്തെ വയസ്സിലും അദ്ദേഹം വേൾഡ് കപ്പിന് എത്തുകയാണ്. പിന്നെ ബ്രൂണോ ഫെർണാണ്ടസിനെ പോലെ ഉള്ള മികച്ച താരങ്ങളുണ്ട്. അതുകൂടാതെ തന്നെ പാരീസ് സെൻ ജെർമൻ്റെ മെൻഡസും നെവസും വിറ്റീഞ്ഞയും, ചുരുക്കത്തിൽ സൂപ്പർ ടീമും കൊണ്ട് പോർച്ചുഗൽ വരുന്നു. നല്ല വേൾഡ് കപ്പ് കിരീട സാധ്യത അവർക്കുണ്ട്. 5ാമതാണ് ഈ റാങ്കിങ്ങിൽ ബ്രസീലിന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫിഫ റാങ്കിൽ അവർ 6ാമതാണെന്ന കാര്യം ഓർക്കുക. ഗ്രൂപ്പ് സിയിലാണ് കാർലോ അഞ്ചലോട്ടിയുടെ ടീമുള്ളത്. മൊറോക്കോ,
ഹെയ്റ്റി, സ്കോട്ട്ലൻഡ് എന്നീ ടീമുകൾക്കെതിരെയാണ് അവർക്ക് ഗ്രൂപ്പിൽ കളിക്കേണ്ടത്. ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ. പക്ഷേ വേൾഡ് കപ്പോട് അടുപ്പിച്ച് സൂപ്പർ താരങ്ങളുടെ ഒരു നിര പരിക്കേറ്റ് പുറത്തായി. അതും ചില്ലറക്കാരല്ല. എദർ മിലീറ്റാവോ, റോഡ്രിഗോ, എസ്റ്റവായോ ഇതൊക്കെ ടീമിന് കനത്ത തിരിച്ചടിയാണ്. നെയ്മർ ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം ആരാധകർക്കിടയിലുണ്ട്. പക്ഷേ മുന്നേറ്റ നിരയിൽ വിനി ജൂനിയറും റാഫീഞ്ഞയും ഒക്കെ അവർക്ക് വേണ്ടി കളിക്കാനുണ്ട്. മധ്യനിരയിൽ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കെസമിറയുണ്ട്. ഡിഫൻസിൽ ഗബ്രിയൽ മെഗല്ലസും മാർക്കിഞ്ഞോസും ഉണ്ട്. സോ മികച്ച സ്ക്വാഡ് തന്നെയാണ്. കിരീടത്തിൽ അവർക്ക് കണ്ണുണ്ട്, സാധിക്കുമോ എന്നറിയണം. അതിൽ 5-ാം സ്ഥാനമാണ് ഇപ്പോൾ പവർ റാങ്കിങ്ങിൽ കൊടുക്കുന്നത്. പവർ റാങ്കിങ് 4-മത് ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ട് ഇപ്പോൾ നമുക്കറിയാലോ, മികച്ച ഫോമിൽ കളിക്കുന്ന ഒരു കൂട്ടം താരങ്ങളുമായിട്ട് വരുന്ന ടീമാണ്. ഗ്രൂപ്പ് എല്ലിൽ ക്രൊയേഷ്യ, ഘാന, പനാമ എന്നീ എതിരാളികളാണ്. അനായാസം ഇംഗ്ലണ്ട് മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. ഹാരി കെയ്നും ജൂഡ് ബെല്ലിംഗാമും ഫിൽ ഫോഡനും ബുക്കായോ സാക്കയും ഇങ്ങനെയൊക്കെയുള്ള താരങ്ങൾ അവർക്ക് വേണ്ടി പട നയിക്കാൻ കളിക്കളത്തിൽ ഉണ്ടാകും. ഏതായാലും ഇംഗ്ലണ്ട് ഇത്തവണ കിരീടം ചൂടും എന്നുള്ള പ്രതീക്ഷയിലാണ് അവരുടെ ആരാധകരുള്ളതെങ്കിൽ നമ്മുടെ പവർ റാങ്കിങ്ങിൽ 3-ാം സ്ഥാനത്ത് വരുന്നത് അർജൻറ്റീനയാണ്. നിലവിലെ ചാമ്പ്യന്മാരായ അർജൻറ്റീന. ഫിഫ റാങ്കിങ്ങിൽ 3-മതാണ് അർജൻറ്റീന. അൾജീരിയയും ഓസ്ട്രിയയും ജോർദാനുമാണ് അവരുടെ വേൾഡ് കപ്പിലെ എതിരാളികളായിട്ട് ഇറങ്ങാനുള്ള ടീമുകൾ. ഗ്രൂപ്പ് സ്റ്റേജിൽ എതിരാളികൾ. അനായാസം അവർ ഗ്രൂപ്പ് സ്റ്റേജ് കടന്ന് മുന്നോട്ട് പോകുമെന്ന് തന്നെ വേണം കരുതാൻ. ക്രിസ്ത്യൻ റൊമേറോയും ലിസാൻഡ്രോ മാർട്ടിൻസും അടങ്ങുന്ന ഡിഫൻസ്, മധ്യനിരയിൽ അലക്സിസ് മെക്കലിസ്റ്ററും റോദ്രിഗോ ഡീപോളും എൻസോ ഫെർണാണ്ടസും അടങ്ങുന്ന മധ്യനിര, മുന്നേറ്റത്തിൽ ഹുലിയൻ ആൽവേരസും ലൗട്രോ മാർട്ടിൻസും ലിയോ മെസ്സിയും എല്ലാം ചേരുമ്പോൾ തകർപ്പൻ ടീം ഇത്തവണയും അവർക്കുണ്ട് എന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട. 2-മത് ഒരുപക്ഷേ ഈ വേൾഡ് കപ്പിനെത്തുന്ന ഏറ്റവും മികച്ച ടീം, ഭയക്കേണ്ട ടീം എന്ന് പലരും വിലയിരുത്തുന്ന ഫ്രാൻസാണ്. ഫ്രാൻസ് ഫിഫ റാങ്കിൽ 1-മതാണ് ഇപ്പോൾ ഫ്രാൻസ് ഉള്ളത്. സൂപ്പർ ടീമാണ്. ഗ്രൂപ്പ് ഐയിൽ അവരുടെ എതിരാളികൾ സെനഗലും ഇറാഖും നോർവേയുമാണ്. അനായാസം അവർ മുന്നോട്ട് പോകുമെന്ന് തന്നെ കരുതണം. കിലിയൻ എംബാപ്പെ, പിന്നെ മൈക്കൽ ഒലീസെ, ഇങ്ങനെ കിടിലൻ ടീമും കൊണ്ടാണ് വരുന്നത്. ഹ്യൂഗോ എക്കിറ്റിക്ക് പരിക്ക് പറ്റി പുറത്തായി എന്നുള്ളൊരു നിരാശയാണ്. പക്ഷേ ഒരു പിടി സൂപ്പർ താരങ്ങളെയും കൊണ്ട് ഫ്രാൻസ് വരുമ്പോൾ ദിദിയർ ദെഷാമിൻ്റെ അവസാന വേൾഡ് കപ്പ് കോച്ചെന്ന നിലയിൽ അദ്ദേഹം ഫ്രാൻസിനെ പരിശീലിപ്പിച്ചിറക്കുന്ന അവസാന വേൾഡ് കപ്പാണ്. ഈ വേൾഡ് കപ്പ് അവർ ചൂടും എന്നവർ ഉറപ്പിച്ചാണ് വരുന്നത്. ഒസ്മാൻ ഡംബലെ പോലുള്ള നിലവിലെ ബാലൻ ഡ്യോർ ഹോൾഡർക്ക് മറ്റൊരു ബാലൻ ഡ്യോറിലേക്ക് കൂടി കണ്ണുണ്ട്. അതിനുള്ള സാധ്യതകൾ കൂടി തെളിയുന്നൊരു വേൾഡ് കപ്പാണ്. എന്ത് സംഭവിക്കും കാത്തിരുന്ന് കാണാം. 1-മത് കിരീട സാധ്യതയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് സ്പെയിനാണ്. ഫിഫ റാങ്കിങ്ങിൽ അവരിപ്പോൾ 2-ാം സ്ഥാനത്താണ്. അവരുടെ ഗ്രൂപ്പ് എച്ചിലെ എതിരാളികൾ കേപ്പ് വെർദെയും സൗദി അറേബ്യയും ഉറുഗ്വായുമാണ്. മികച്ച ഗ്രൂപ്പാണ്. പക്ഷേ സ്പെയിൻ അനായാസം കടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ലാമിനെ യമാൽ പരിക്കേറ്റ് കളിക്കളത്തിന് പുറത്താണ്. പക്ഷേ വേൾഡ് കപ്പിന് അവൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അവൻ തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ വജ്രായുധം. പിന്നെ പെഡ്രിയെ പോലെയുള്ള താരങ്ങളും മധ്യനിരയിൽ കളിമനയാനും ഒക്കെ ആയിട്ടുണ്ട്. സ്പെയിന് ഒരു സംശയവും വേണ്ട, ഈ വേൾഡ് കപ്പിൽ ഏറ്റവും അധികം കിരീട സാധ്യതയുള്ള ടീമാണ്. സോ പവർ റാങ്കിങ്ങിൽ 1-മത് സ്പെയിന്, 2 ഫ്രാൻസ്, 3 അർജൻറ്റീന, 4 ഇംഗ്ലണ്ട്, 5 ബ്രസീൽ, 6 പോർച്ചുഗൽ, 7 ജർമ്മനി, 8 നെതർലൻഡ്സ്, 9 മൊറോക്കോ, 10 നോർവേ. ബെൽജിയം പോലുള്ള ടീമുകൾ തൊട്ടു പുറകിൽ വരാനുണ്ട്. ഏതായാലും ഒരു കാര്യം മനസ്സിലാക്കുക, ഈ വേൾഡ് കപ്പിൽ ഒരു ടീമിനും കാര്യങ്ങൾ എളുപ്പമല്ല. പുതിയൊരു ഫോർമാറ്റിലേക്ക് മാറിയിട്ടുണ്ട്. ഫോർമാറ്റൊക്കെ നമ്മൾ നേരത്തെ റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൽ വിശദീകരിച്ചതാണ്. ഇപ്പോൾ ആ ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ ഒരു റൗണ്ട് കൂടി കളി അധികം നോക്കൗട്ട് സ്റ്റേജിൽ വരുന്നുണ്ട്. പക്ഷേ നോക്കൗട്ടിലേക്ക് എത്തുക എന്നുള്ളത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നോക്കൗട്ട് മുതൽ കാര്യങ്ങൾ ടഫ് ആവുകയും ചെയ്യും. എന്തായാലും കിരീട സാധ്യതയിൽ ഇപ്പോൾ 1-ാം സ്ഥാനത്തുള്ളത് സ്പെയിനാണ് എന്നാണ് ESPN FCയുടെ ഏറ്റവും പുതിയ പവർ റാങ്കിങ് ചൂണ്ടിക്കാണിക്കുന്നത്. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം.